ഹലോ, ഈ കാണുന്ന ക്രോക്കറ്റിലെ ഹേർട്ട് ഷേപ്പ് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മോഡൽ ഞാൻ അതിൻ്റെ വരച്ചിട്ടുണ്ട്. ഞാൻ ഈ എഴുതി കാണിക്കുന്നത് 3 ചെയിൻ എന്നാണ്. പിന്നെ 3 TR എന്ന് പറയുന്നത് 3 ട്രിപ്പിൾ ക്രോഷ്യയാണ്. 4 DC എന്ന് പറയുന്നത് 4 ഡബിൾ ക്രോഷ്യയാണ്. 1 TR എന്ന് പറയുന്നത് 1 ട്രിപ്പിൾ ക്രോഷ്യയാണ്. വീണ്ടും 4 DC എന്ന് കാണിക്കുന്നത് 4 ഡബിൾ ക്രോഷ്യയാണ്. വീണ്ടും 3 TR എന്ന് കാണിക്കുന്നത് 3 ട്രിപ്പിൾ ക്രോഷ്യയാണ്. ഇതാണ് ഫസ്റ്റ് റൗണ്ടിൽ ഇത്രയും സ്റ്റിച്ചുകൾ ചെയ്തിട്ടാണ് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മാജിക്കൽ സർക്കിൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്നത് പോലെ യാണ് 2 പ്രാവശ്യം ചുറ്റുക. നമ്മൾ ആദ്യം ചുറ്റിയ യാണിൻ്റെ ഉള്ളിലൂടെ രണ്ടാമത്തെ ചുറ്റിയ യാണിനെ സൂചി കൊണ്ട് പുറത്തേക്ക് എടുക്കുക. ഇതാണ് മാജിക്കൽ സർക്കിൾ. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്ത് കൊടുക്കണം. 1 2 3 അങ്ങനെ 3 ചെയിൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. 3 ട്രിപ്പിൾ ക്രോഷ്യ. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ ഇത് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഈ ഹേർട്ടിൻ്റെ ഷേപ്പ് അങ്ങനെ മാറിപ്പോയാൽ ഹേർട്ടിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും കേട്ടോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി തേർഡ് ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. മൂന്ന് പ്രാവശ്യമാണ് കോർത്തെടുക്കണം കേട്ടോ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ. അങ്ങനെ തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് 4 ഡബിൾ ക്രോഷ്യയാണ് കേട്ടോ. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷ്യ. ഇനി വീണ്ടും നമ്മൾ 4 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ, 4 ഡബിൾ ക്രോഷ്യ. ഇനി 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ, തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ. ഇതുകൂടി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കും കേട്ടോ. ടു ചെയിൻ കൂടി ചെയ്തിട്ട് വേണം ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഇത് സ്ലിപ്പ് നോട്ട് ഈ മാജിക്കൽ സർക്കിൾ വലിച്ചെടുത്തിട്ട് 2 ചെയിൻ ചെയ്താലും മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ചെയിനും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്നത് പോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യയാണ്. അത് ഫസ്റ്റ് ചെയിനിൽ തന്നെ സെയിം ചെയിൻ തന്നെ 2 സിംഗിൾ ക്രോഷ്യ. SC എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യയാണ്. ഇത് സെക്കൻഡ് റൗണ്ടാണ്. ഫസ്റ്റ് ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്തു. സെയിം സ്റ്റിച്ച് തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്യണം.
സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 3 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് സെയിം സ്റ്റിച്ചിലാണ് കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങനെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യണം, തേർഡ് ഡബിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് അടുത്ത സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷ്യാണ് കേട്ടോ. തൊട്ടടുത്ത സ്റ്റിച്ച് തന്നെയാണ്, അതും 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യേണ്ടത് സെയിം സ്റ്റിച്ച് തന്നെയാണ്. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ നമ്മൾ ചെയ്യാണ്. ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ, സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ്. ഇനി തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ. ഇനി ചെയ്യേണ്ടത് 3 ഡബിൾ ക്രോഷ്യാണ്. നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് യാൺ ഓവർ ചെയ്യുക. 3 ട്രിപ്പിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, ഇനി തേർഡ് ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 4 ഡബിൾ ക്രോഷ്യാണ്. ഇപ്പോൾ ഈ കാണുന്ന 3 സ്റ്റിച്ച് നമ്മൾ ചെയ്തു. ഇനി 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 4 ഡബിൾ ക്രോഷ്യയും ഓരോ ഡബിൾ ക്രോഷ്യ ഓരോ സ്റ്റിച്ചിലാണ് ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ ചെയ്തത് സെയിം സ്റ്റിച്ചിലായിരുന്നു. ഇനി ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ, അങ്ങനെ 4 ഡബിൾ ക്രോഷ്യ. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ. ഫോർ ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യേണ്ടത് 2 ഡബിൾ ക്രോഷ്യ 1 ട്രിപ്പിൾ ക്രോഷ്യ. ഫസ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യും, പിന്നെ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യും, വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇത് മൂന്നും ചെയ്യേണ്ടത് സെയിം സ്റ്റിച്ചിലാണ് കേട്ടോ. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, ഇനി സെക്കൻഡ് ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യാണ്, സെയിം സ്റ്റിച്ചിലാണ്. ഞാൻ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു, ഇനി വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇനി ചെയ്യേണ്ടത് 4 ഡബിൾ ക്രോഷ്യാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ഡബിൾ ക്രോഷ്യാണ്. അത് ഓരോ സ്റ്റിച്ചിലും ഓരോന്ന് വിധം, അങ്ങനെ 4 ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. ഇനി സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ഡബിൾ ക്രോഷ്യ. ഇനി ബാക്കി നമ്മൾ ഫസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഈ കാണുന്ന പോലെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ,
തേർഡ് ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യും. ത്രീ ട്രിപ്പിൾ ക്രോഷ്യയും സെയിം സ്റ്റിച്ചിലാണ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത് അതേപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്തു. സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി തേർഡ് ട്രിപ്പിൾ ക്രോഷ്യയും കൂടി ചെയ്യണം. അങ്ങനെ നമ്മൾ തേർഡ് ട്രിപ്പിൾ ക്രോഷ്യയും കൂടി ചെയ്തു. ഇനി 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. ഇതും കൂടി ചെയ്താൽ ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹാർട്ട് ഷേപ്പായി. ഇനി നമ്മൾ ഒരു വൈറ്റ് കളർ യാൺ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ സ്റ്റിച്ചിൻ്റെ മേലെ കൂടി ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഈ റൗണ്ട് ഇവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യാം. എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്ഥലത്ത് മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ, അതെവിടെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഈ രീതിയിൽ ഇതിങ്ങനെ കംപ്ലീറ്റ് ആക്കി പോകണം. ഇവിടെ ഈ കോർണറിൽ എത്തുമ്പോൾ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ചിൽ 3 സ്റ്റിച്ച് ചെയ്തല്ലോ. ഒരു ട്രിപ്പിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ. ഇവിടെ ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചിൻ്റെ മേലെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എഡ്ജ് അത് അങ്ങനെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി ആ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചിൻ്റെ മേലെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും ഡബിൾ ക്രോഷ്യ ചെയ്ത സ്റ്റിച്ചാണല്ലോ തൊട്ടടുത്തുള്ളത്, അവിടെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഇങ്ങനെ ഇത് അവസാനം വരെ ചെയ്തിട്ട് വരാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിലും കൂടി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതോടുകൂടി ഈ ഹേർട്ട് ഷേപ്പിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ.
ഞാൻ ആദ്യമായിട്ടാണ് ക്രോക്കറ്റിൻ്റെ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാനിത് പറയുന്നതിലോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. എന്നാൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങൾക്ക് കീ ചെയിനായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ.